കണ്ണൂർ രാമന്തളിയിൽ 2 കുഞ്ഞുങ്ങളെ കൊന്ന് അച്ഛനും മുത്തശ്ശിയും ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു. ഭാര്യയുടെ അമ്മയും സഹോദരനുമാണ് തന്റെയും മക്കളുടെയും മരണത്തിന് പൂർണ്ണ ഉത്തരവാദികളെന്നാണ് കലാധരൻ എഴുതിയ കുറിപ്പിലുള്ളത്. താങ്ങാവുന്നതിലും അധികമായതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നത്. എല്ലാ തെളിവുകളും ഫോണിലുണ്ട് എന്ന് പറയുന്ന കലാധരൻ മൊബൈൽ തുറക്കുന്നതിനുള്ള പാറ്റേണും ആത്മഹത്യാക്കുറിപ്പിൽ വരച്ചു വെച്ചിട്ടുണ്ട്. മക്കളെ ഉപദ്രവിച്ചതിന്റെ തെളിവുകൾ പരിഗണിക്കാതെയാണ് കുട്ടികളെ ഭാര്യയുടെ കൂടെ അയക്കാൻ കോടതി ഉത്തരവിട്ടതെന്നും കുറിപ്പിൽ പറയുന്നു. കോടതി വിധിക്ക് പിന്നാലെ കലാധരന്റെ ഭാര്യ നയൻതാര മക്കളെ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതായി ബന്ധുക്കളും പറഞ്ഞു. പോലീസും വീട്ടിലെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നാടിനെ നടുക്കിയ കൂട്ടമരണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാമന്തളി വടക്കുംപാട് റോഡിന് സമീപം കൊയ്ത്തിട്ട താഴത്തെ വീട്ടിൽ KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കളായ 5 വയസ്സുകാരി ഹിമ, 2 വയസ്സുള്ള കണ്ണൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 9ഓടെ ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ച നിലയിലാണ് കണ്ടത്. വീടിന് മുന്നിൽ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. തുടർന്ന് ഉണ്ണികൃഷ്ണൻ കത്തുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. പോലീസെത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഉഷയെയും കലാധരനെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടികളെ നിരത്ത് മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തിയത്. മുറിയിലെ മേശയിൽ കീടനാശിനിയുടെ കുപ്പി പോലീസ് കണ്ടെത്തി. പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഭാര്യയും കലാധരനും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലവിലുണ്ട്. കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിടാൻ കോടതി വിധിച്ചിരുന്നു. ഇതാകാം മരണകാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. അതേസമയം കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിൽ കലാധരന്റെ ഭാര്യയാണെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി. കോടതി ഉത്തരവ് പ്രകാരം കുട്ടികളെ വിട്ടുകിട്ടാൻ ഭാര്യ നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു. നിരവധി തവണ പോലീസിൽ പരാതി നൽകി ബുദ്ധിമുട്ടിച്ചു. കുട്ടികൾക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യമെന്നും ബന്ധുക്കൾ പറയുന്നു. കുട്ടികളെ തരില്ല, ഇങ്ങോട്ട് തരില്ല. കുട്ടികളാണെങ്കിൽ വീടുന്ന് കളിച്ച് വളർന്ന കുട്ടികൾക്ക് അവിടെ ഇഷ്ടമല്ല, അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ഈ മൂത്ത കുട്ടിക്ക് പ്രത്യേകിച്ചും ഇവിടെ തന്നെ കളിച്ച് വളർന്ന കുട്ടിയാണ്. അങ്ങനെ ഇവിടുന്ന് കൂട്ടിപ്പോയതിന് ശേഷം ഈ കുട്ടീനെ സ്കൂളിലൊന്നും പറഞ്ഞേക്കലൊന്നുമില്ല. 5-8 മാസം 5-10 മാസം സ്കൂളിലൊന്നും പോകാണ്ട് കുട്ടി അവിടെയുണ്ട് ഇവിടെയുണ്ട് കണ്ട് ഏതെങ്കിലും വീട്ടിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ കുട്ടീനെ കാര്യമായ രീതിയിൽ സ്കൂളിൽ പറഞ്ഞേക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തപ്പോൾ ഇവന് കൂടുതൽ വേദന ഉണ്ടായി. ഉണ്ണികൃഷ്ണനും ഭാര്യ ഉഷയ്ക്കുമെതിരെ കലാധരന്റെ ഭാര്യ നേരത്തെ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു. പിന്നാലെ യുവതി സ്വന്തം വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ പിന്നീട് ഈ പരാതി ഒത്തുതീർപ്പാക്കുകയും ഇവർ കലാധരന്റെ വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു. പ്രശ്നം വഷളാകാതിരിക്കാൻ ഉണ്ണികൃഷ്ണനും ഉഷയും വാടക വീട്ടിലേക്കും താമസം മാറി. ഇതിനിടെ വീണ്ടും ഇവർക്കെതിരെ പരാതിയുമായി യുവതി രംഗത്തെത്തി. പിന്നീട് കുട്ടികളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ കലാധരൻ ഇവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കലാധരനും അമ്മയും കുട്ടികളുമാണ് വടക്കുംപാട്ടെ വീട്ടിൽ താമസിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ വാടക വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടെയാണ് കുട്ടികളെ വിട്ടുകിട്ടാൻ യുവതി കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചത്. വിധി പോലീസിനെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസെത്തി കലാധരനോട് കുട്ടികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂട്ടമരണം നടന്നത്. കലാധരൻ്റെ അച്ഛൻ വന്ന് റൂം വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അവസാനം അവൻ റൂം തുറന്ന് ഉള്ളിൽ കയറി വിളിച്ചിട്ട് അനങ്ങുന്നില്ല. കുളിച്ച് പുറത്തേക്ക് വന്ന് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ലെറ്റർ കണ്ടു. ആ ലെറ്റർ നോക്കുമ്പോഴത്തേക്ക് ഭാര്യ വീട്ടുകാരൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ആ ലെറ്റർ കൊണ്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വിവരം കൊടുത്ത് പോലീസുകാരും കൂടെ കൂട്ടി വന്നതിന് ശേഷമാണ് സംഗതി ഞാൻ അറിയുന്നത്. അപ്പോൾ നിലവിളി കേട്ടിട്ടാണ് ഞാൻ അപ്പുറത്ത് ഓടി വന്നത്. കൂട്ടമരണത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. കലാധരൻ നാട്ടിലെ അറിയപ്പെടുന്ന പാചകക്കാരനായിരുന്നു. കൂടാതെ കേറ്ററിംഗ് സർവീസും നടത്തുന്നുണ്ട്. കലാധരനും ഭാര്യയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയ മൊഴി. സാമ്പത്തികമായി ഇവർക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് 18 കണ്ണൂർ.